സ്തോത്രം, ഹല്ലേലൂയ. തിരുവെഴുത്തിൽ തെളിവുള്ള കാര്യമേ പൊതുജന സമക്ഷമോ സഭായത്തിലോ പറയാറുള്ളൂ. ഞാനീ പറഞ്ഞത് വചനത്തിന് തെളിവാ. ഏതാ? ഒരു മനുഷ്യന്റെ കുടുംബത്തെ യേശു അധ്യക്ഷനായാൽ ആ വീടിനെ യേശു ഏറ്റെടുക്കുകയാണ്. തെളിവ് പറയാം. യായിറോസിന്റെ വീട്, യായിറോസിന്റെ 12 വയസ്സുള്ള ഒരു കൊച്ചു മോള് മരിക്കാൻ വേണ്ടി ദീനമായി കിടക്കുകയാണ്. അയാളൊരു പള്ളിപ്രമാണിയാണ്. സ്തോത്രം. സിനഗോഗിന്റെ നടത്തിപ്പുകാരിൽ ഒരാളാണ്. അവസാന നിമിഷം വരെ, ഊർദ്ധശ്വാസം വലിക്കുന്ന നിമിഷം വരെ പ്രമാണിത്വത്തിൽ പിടിച്ച് അദ്ദേഹം ആ ജാട കാണിച്ച് കടന്നു. പിണങ്ങരുത് ആ വാക്കൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത് കൊണ്ട്. ലാസ്റ്റ് നിമിഷം വരെയും അദ്ദേഹത്തിന്റെ പാരമ്പര്യത്തിൽ പിടിച്ചു കടന്നു. അവസാനം സഹായിപ്പാൻ ഇനി ആരുമില്ലെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു അവരുടെ നാട്ടിലൂടെ മരുന്നില്ലാതെ മാരക രോഗങ്ങൾ സൗഖ്യമാക്കുന്ന യേശു എന്നൊരുത്തൻ നടക്കുന്നുണ്ടെന്ന്. നിങ്ങളെന്നെ കേൾക്കുന്നുണ്ടല്ലോ. ഒക്കെ പള്ളിപ്രമാണിയല്ലേ? അറിയാമായിരുന്നു യേശു ആ പലസ്തീന്റെ മലമടക്കുകളിലൂടെ, മുക്കുവ ഗ്രാമങ്ങളിലൂടെ, ഹല്ലേലൂയ, ഗലീലയുടെ തെരുവിലൂടെ ആരെയും പേടിക്കാതെ ഒരു സംഘം ആളുകളുമായി ശിക്ഷാവൃത്തവുമായി ആളുകളെ സൗഖ്യമാക്കിയും ഭൂതങ്ങളെ പുറത്താക്കിയും അവരുടെ നാട്ടിലൂടെ നടക്കുന്ന വിവരം പള്ളിപ്രമാണിക്കറിയായിരുന്നു. ലാസ്റ്റ് സ്വന്തം കുഞ്ഞിന്റെ കാര്യം വന്നപ്പോൾ നിയമങ്ങൾ നോക്കിയില്ല, പ്രമാണിത്വം നോക്കിയില്ല, ന്യായപ്രമാണത്തിന്റെ കൽത്തുറങ്കിന്റെ നിയമങ്ങളും നോക്കിയില്ല. അദ്ദേഹം യേശുവിനെ തപ്പിയിറങ്ങി. കർത്താവിനെ അദ്ദേഹം കണ്ടെത്തി. ഇന്നത്തെ പോലെ മൊബൈൽ സൗകര്യങ്ങളോ സ്തോത്രം ആധുനികമായിരിക്കുന്ന ക്രമീകരണങ്ങളൊന്നും ഇല്ലാത്ത ആ കാലഘട്ടത്തിൽ യേശു എവിടാണെന്നറിയാത്ത യായിറോസ് തപ്പി യേശുവിനെ കണ്ടെത്തി. കർത്താവിനെ വിളിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് വീട്ടിൽ നിന്ന് ഒരു വാർത്തയുമായി ഒരാളെത്തി. നിങ്ങൾക്കറിയാവുന്നതാണെങ്കിലും ഞാൻ ഈ കാര്യം തെളിയിക്കാൻ വേണ്ടി പറയുകയാണ്. സ്തോത്രം. വാർത്തയുമായി വന്ന ആൾ വടിവക്കത്ത് വെച്ച് പറഞ്ഞു, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തണ്ട, ബാല മരിച്ചുപോയി. 12 വയസ്സുള്ള സ്വന്തം പൊന്നോമന മകൾ മരിച്ചുപോയി. അടൂർ ജംഗ്ഷനിൽ റോട്ടിൽ വെച്ച് വാർത്ത കേൾക്കുന്ന ഒരപ്പൻ്റെ മനസ്സ് നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ചിന്തിക്കാൻ പറ്റൂ? സംഭവിക്കാതിരിക്കട്ടെ, നമുക്കാർക്കും അനുഭവം ഉണ്ടാകാതിരിക്കട്ടെ. എങ്കിലും ഒന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റൂ. സ്വന്തം കുഞ്ഞ്, 12 വയസ്സുള്ളൊരു കുഞ്ഞ് മരിച്ചുപോയി എന്ന് റോട്ടിൽ വെച്ചൊരാൾ വന്ന് പറയുന്ന വാർത്ത കേൾക്കുമ്പോൾ അപ്പൻ സ്തബ്ധനായിപ്പോയി. എല്ലാ പ്രതീക്ഷയും വിട്ടു. പകച്ചു നിൽക്കുന്ന ആ മനുഷ്യനോട് യേശുക്രിസ്തു ഒരു വാക്ക് പറഞ്ഞു, യായിറോസേ, ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. കേട്ടെ, യേശു ഒരു കാര്യം പറഞ്ഞു. ഇനി ഒന്നും ചെയ്യാനില്ല, പക്ഷെ ഒന്നു മാത്രം ചെയ്യാനുണ്ട്. അത് മറ്റൊന്നുമല്ല, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഞാനൊരു വാക്കോടെ കടത്തി പറയാം. നിങ്ങളുടെ ചില വിഷയത്തിന് ഇനി വിശ്വാസമേ ഫലിക്കൂ. ഇനി മരുന്ന് ഫലിക്കുകയല്ല, ഇനി കാശ് ഫലിക്കുകയല്ല, ഇനി രാഷ്ട്രീയം ഫലിക്കുകയല്ല, ഇനി വക്കീലിനെ കാണാൻ പോയിട്ട് കഥയില്ല, ഇനി കാല് പിടിച്ചിട്ട് കഥയില്ല, ഇനി വേറൊന്നും ചെയ്തിട്ട് കഥയില്ല, ഇനി ആയുർവേദമോ അലോപ്പതിയോ പ്രയോഗിച്ചിട്ട് കഥയില്ല. ഇനി ആ വിഷയത്തിന് ഒന്നേ ഫലിക്കത്തുള്ളൂ, വിശ്വാസം മാത്രം. ചില വിഷയങ്ങൾ അങ്ങനെയാണ്. ചില കാര്യത്തിന് വേറൊന്നും ഫലിക്കുകയില്ല ബ്രദറെ, ചില കാര്യത്തിന് വിശ്വാസമേ ഫലിക്കുകയുള്ളൂ. ഇവിടെ ഇരിക്കുന്ന നമുക്ക് പലർക്കും അറിയാം, വെറുതെ കാശ് കളയണ്ട, വെറുതെ സമയം കളയണ്ട, വിശ്വാസമേ ചിലതിന് ഫലിക്കത്തുള്ളൂ. എന്താണെങ്കിലും യേശു പറഞ്ഞ വാക്കനുസരിച്ച് യായിറോസ് യേശുവിനെ വിശ്വസിച്ചുകൊണ്ട്, സ്തോത്രം, ഇപ്പോ ഇവിടെ വരെയും യായിറോസ് യേശുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഇവിടെ വെച്ച് സ്തോത്രം യായിറോസ് സ്തബ്ധനായി നിന്നപ്പോൾ, സ്റ്റക്കായപ്പോൾ വിശ്വസിക്കാൻ പറഞ്ഞ് ഇവിടം മുതൽ അങ്ങോട്ട് യേശു യായിറോസിനെ വീട്ടിൽ കൊണ്ടുപോവുക. അത് മനസ്സിലായ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇവിടെ വരെ യേശുവിനെ വിളിച്ചോണ്ട് വരികയായിരുന്നു. പകുതി വഴിക്ക് വെച്ച് വാർത്ത മറിഞ്ഞു വന്നപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ യേശു പറഞ്ഞു, ഇവിടെ വെച്ച് യാത്ര നിർത്തുകയല്ല, നമ്മൾ ഒരുമിച്ചുള്ള യാത്ര തുടരുകയാണ്.
ആരോടോ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ഇവിടെ വെച്ച് എല്ലാവരും കൈയൊഴിയുമ്പോൾ, നിനക്ക് കേൾക്കാൻ കഴിയാത്ത വാർത്ത വരുമ്പോൾ, പലരും അവിടെ വെച്ച് കിട്ടിയ വണ്ടിക്ക് കയറിപ്പോകുമ്പോൾ, എൻ്റെ യേശു അവിടെ വെച്ച് പിരികയല്ല, അവിടെ മുതൽ നിന്നെ വഹിക്കുകയാണ്, നിന്നെ ചുമക്കുകയാണ്, നിന്നെ നയിക്കുകയാണ്, നിന്നെ നടത്തുകയാണ്. ഇന്ന് രാത്രിക്കാലം ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു സുവിശേഷ യോഗമല്ലേ, നിങ്ങളുടെ കയ്യടിയേക്കാൾ ഞാൻ ആത്മാവ് കൊണ്ട് ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും മനുഷ്യൻ പകച്ച് ഇന്ന് രാത്രി വീട്ടിൽ പോകാൻ മനസ്സില്ലാതെ, എങ്ങോട്ട് പോകണമെന്നറിയാതെ ദൈവത്തെ വിളിച്ച് പാതി വഴി വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ, ആ മനുഷ്യൻ ഇന്ന് രാത്രി നമ്മുടെ യോഗം ആശീർവാദം പറയുന്നതിനേക്കാൾ മുമ്പ് അവന്റെ കാതിൽ യായിറോസിനോട് പറഞ്ഞതുപോലെ നമ്മുടെ കർത്താവെന്ന് പറയട്ടെ. അതിന് മനസ്സുള്ള ദൈവദാസന്മാരും ദൈവമക്കളും ദൈവത്തോട് പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവേ, ഇവിടെ വരെ യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് വന്നവനെ ഇവിടെ മുതൽ യേശു നയിക്കട്ടെ. ഇതിനകത്തിരിക്കുന്ന ആരെങ്കിലും അങ്ങനെ ഒരു ഭാരത്തിലാണെങ്കിൽ, ഇനി നിനക്ക് നിവരാൻ പറ്റാത്ത രീതി, ആരും സഹായിക്കാൻ ഇല്ലാത്ത നിലവാരം, ബാങ്കിൽ തിരിച്ചടയ്ക്കാൻ ഇല്ലാത്ത നിലവാരം, നടത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന സ്ഥിതി, തിരിച്ച് വീട്ടിൽ കയറാൻ പറ്റാത്ത, കട്ടിലെ കിടന്നാൽ ഉറക്കം വരാത്ത സ്ഥിതി, അങ്ങനെ ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഉണ്ടെങ്കിൽ പറയുന്നു, യേശുവേ ഉറക്കെ വിളിക്ക്. ഇവിടെ മുതൽ അങ്ങോട്ട് അവൻ നിന്നെ നയിക്കട്ടെ. ഇവിടെ മുതൽ അങ്ങോട്ട് യേശുവിൻ്റെ വാക്കിൻ്റെ ബലത്തിലാണ് യായിറോസ് നടക്കുന്നത്. ഞാൻ പറയുന്നത്, യേശു അധ്യക്ഷനായാൽ ആ വീടിൻ്റെ കൺട്രോൾ പോലും കർത്താവ് ഏറ്റെടുക്കുന്ന. യായിറോസിനെയും കൂട്ടിക്കൊണ്ട് യേശു ആ വീട്ടിൽ ചെന്നു. അങ്ങനെയായിരിക്കും പറയുന്നത് നല്ലത്. കാരണം സ്തോത്രം, പാതി വഴിക്ക് വെച്ച് മനസ്സ് ചത്ത മനുഷ്യനെ കർത്താവ് നിർബന്ധിച്ച് വീട്ടിലേക്ക് വരികയാണ്. ഏതായാലും വന്നതല്ലേ, കൊച്ചിൻ്റെ ശവം ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് പറഞ്ഞ ആശയത്തിൽ വരുന്നവനല്ല ജീവന്റെ ദാതാവായ ക്രിസ്തു. സന്തോഷത്തോടെ ദൈവത്തിനൊരു സ്തോത്രോടെ പറഞ്ഞേരെ ഹല്ലേലൂയ. കേൾക്കൂ പ്രിയപ്പെട്ടവരെ, സ്തോത്രം. യേശു ആ വീട്ടിലേക്ക് ചെന്ന് കയറുന്ന രംഗം വിശുദ്ധ ലൂക്കോസൊക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ആ രംഗം വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ കരുതുക, ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ വ്യക്തമായി കേൾക്കുക. ഒരു പ്രമാണിയുടെ വീടാണ്. 12 വയസ്സുകാരി കുഞ്ഞു മരിച്ച വീടാണ്. അപ്പൻ സ്ഥലത്തില്ല, അപ്പൻ വന്ന് കയറുകയാണ്. ആ രംഗം നിങ്ങൾ മനസ്സിൽ കണ്ടേ? നമ്മൾ കർത്തൃദാസന്മാർ എത്രയോ സ്ഥലങ്ങളിൽ ഇല്ലേ, സ്തോത്രം, എത്രയോ മരണങ്ങൾ, എത്രയോ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മക്കളോ പ്രിയപ്പെട്ടവരോ മരിച്ചിട്ട് വിദേശത്തായിരുന്ന അപ്പൻ, വിദേശത്തായിരുന്ന ഭർത്താവ്, അല്ലെങ്കിൽ വിദേശത്തായിരുന്ന ഭാര്യ 3-ാം ദിവസം നാട്ടിലേക്ക് വന്ന്, എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് വന്ന് കയറുന്ന രംഗം എത്രയോ കർത്തൃദാസന്മാരും ദൈവദാസിമാരും നമ്മളതിനൊക്കെ ദൃക്സാക്ഷിയായിട്ടുണ്ട്. ചങ്കുപൊട്ടുന്ന നിലവിളിയായിരിക്കും, അലറിക്കരച്ചിലായിരിക്കും. സ്തോത്രം ഇല്ലേ? ഇതുപോലെ 12 വയസ്സുകാരി മരിച്ചു കിടക്കുന്ന വീട്ടിലേക്ക് അപ്പൻ യായിറോസ് വന്ന് കയറുമ്പോൾ ബന്ധുക്കളും സ്വന്തക്കാരുമെല്ലാം വാവിട്ട് നിലവിളിച്ച് അലറിക്കരയുകയാണ്. അലറിക്കരയുന്നതിനിടയിൽ കർത്താവ് കുഞ്ഞ് മരിച്ചു കിടക്കുന്ന മുറിയിലേക്ക് കയറാൻ വേണ്ടി കാലൂന്നി കയറുന്ന സമയത്ത്, അകത്തേക്ക് കയറുമ്പോൾ യേശു പുറത്തു നിന്ന് കരയുന്നവരോട് പറഞ്ഞു, കരയണ്ട, ബാല മരിച്ചിട്ടില്ല. സ്തോത്ര ഹല്ലേലൂയ. ബാല മരിച്ചിട്ടില്ല. അവിടെ ഇരുന്ന മുഴുവൻ ആളുകൾ, ഡോക്ടർ അടക്കം, കുഞ്ഞിൻ്റെ പൾസ് പിടിച്ച് നോക്കി, ശരീരം തൊട്ട് നോക്കി. മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ആളെ വിട്ടത്, മൂക്കിൽ പഞ്ഞി വെച്ചത്, വെള്ള പുതപ്പിച്ചത്, കാലിൻ്റെ വിരൽ കൂട്ടിക്കെട്ടിയത്. സ്തോത്രം, ഉള്ളംകാല് വരെ മരവിച്ചു, മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ്. യേശു വന്നിട്ട് പറയുന്നു, ബാല മരിച്ചിട്ടില്ല. ഇതിലേതാണ് ശരി? യേശു പറയുന്നു ബാല മരിച്ചിട്ടില്ല. നാട്ടുകാരും വീട്ടുകാരും മുഴുവൻ പറയുന്നു ബാല മരിച്ചു. ഇതിലേതാ ശരി? നാട്ടുകാർ പറഞ്ഞതാ ശരി, ബാല മരിച്ചതാ. സ്തോത്രം. മരിച്ചില്ലായിരുന്നെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന, ബോധം കെട്ട് കിടക്കുന്ന കുഞ്ഞിനെ തല്ലി ഉണർത്തിയിട്ട് ഞാൻ 3 പേരെ ഉയർപ്പിച്ചെന്ന് അനുയായികളെ കൊണ്ട് പ്രസംഗിക്കുന്ന യേശു എന്നാ യേശു അല്ലേ? 3 പേരെ ഉയർപ്പിച്ചെന്നല്ലേ നമ്മൾ ഇത്ര നാളും പ്രസംഗിച്ചത്. അപ്പൊ മരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ പിന്നെ ഉയർപ്പിച്ചെന്ന് പറയാൻ പറ്റിയാലല്ലോ. മരിച്ചു എന്നുള്ള സത്യമാണ്.
പക്ഷെ എല്ലാവരും മരിച്ചു എന്ന് അംഗീകരിച്ചിട്ടും യേശു ആ സത്യം അംഗീകരിച്ചില്ല. ഹല്ലേലൂയ. ചില കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഇന്ന് ദൈവമക്കൾ കേട്ടോളണം, ചില യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കരുത്. സംഭവം ശരിയാണ്, പക്ഷെ എൻ്റെ യേശു ജീവിക്കുന്നു. ഇനി ഇതിന് മരുന്നില്ല, ഇഷ്ടമുള്ളതൊക്കെ കൊടുത്തോളാൻ പറഞ്ഞത് ശരിയാണ്, പക്ഷെ അതിന് മീതെ ഒരു ദൈവമുണ്ട്. അവസാനത്തെ വിധി പറയേണ്ടവൻ ഈ ലോകത്തിൽ ആരുമല്ല, എൻ്റെ മഹാപുരോഹിതനാണ്. ആ കർത്താവ് പറഞ്ഞെങ്കിലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. യേശു പറഞ്ഞു, മരിച്ചിട്ടില്ല. ആളുകൾ കളിയാക്കി. എനിക്ക് അതിലും ആശ്ചര്യകരമായി ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിൻ്റെ ത്രെഡ് കടക്കുന്നത്, യേശു കുഞ്ഞു കിടക്കുന്ന മുറിക്കകത്തേക്ക് കയറിയിട്ട് ശ്രോത്രം മൃതശരീരം നീണ്ടു നിവർന്ന് കട്ടിലായിരിക്കും കിടത്തിയിരിക്കുമ്പോൾ കർത്താവ് ആ മുറിക്കകത്തിരിക്കുന്ന ഏറ്റവും അടുത്ത ബന്ധുക്കളടക്കം തിങ്ങിക്കൂടി നിൽക്കുന്ന ശ്രോത്രം ആ ബഹുപുരുഷാരത്തിൻ്റെ ഇടയിൽ അമ്മാച്ചനും മാവി ഉപ്പാപ്പനും കൊച്ചപ്പനും എല്ലാവരും അടങ്ങുന്ന ആ കരച്ചിലിൻ്റെ വേദിയിൽ നിന്നുകൊണ്ട് യേശു ഉറക്കെ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ വാക്കിതാണ്, ഈ മൃതശരീരം കിടക്കുന്ന മുറിക്കകത്ത് നിന്ന് കരയുന്നവരെല്ലാവരും ഇറങ്ങിപ്പോണം. ഈ മുറിക്കകത്ത് നിന്ന്, ഈ വീടിനകത്ത് നിന്ന് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങണം. ഈ കൊച്ചിൻ്റെ അപ്പനും അമ്മയും എൻ്റെ കൂടെ വന്നവരിൽ പ്രധാനികളായ 3 പേരും, ഇവർ 5 പേരുമല്ലാതെ ആരും ഈ വീടിനകത്ത് നിൽക്കരുത്, പുറത്തു പോണം. നിങ്ങളൊരു വെറും പ്രസംഗം കേട്ടിരിക്കാതെ മനസ്സുകൊണ്ട് ഓർത്തു നോക്കേ, ഒരു മരണ വീട്ടിൽ, അതും യഹൂദൻ അംഗീകരിക്കപ്പെടാത്ത യേശു, സ്തോത്രം, മരണ വീട്ടിൽ അലമറയിട്ട് കരയുന്ന വീട്ടിൽ വന്നിട്ട് നമ്മുടെ വീട്ടിലാണെങ്കിൽ സമ്മതിക്കൂ? ഇവിടെ ആരും കരയാൻ പാടില്ല, ഇറങ്ങിപ്പോണെന്ന് പറഞ്ഞാൽ ഏത് പാസ്റ്ററാണെങ്കിലും സമ്മതിക്കുമോ? അവിടെ വിഷയം ഉണ്ടാവൂലേ? അതാ ഞാൻ പറഞ്ഞത്, വഴിക്ക് വെച്ച് യേശുവിനെ അധ്യക്ഷനാക്കിയാൽ നിന്റെ വീട്ടിൽ ഇനി ആര് കരയണം, ആര് കരയണ്ട, അത് നിശ്ചയിക്കുന്നത് ഇനി യേശുവാണ്. ഇന്ന് രാത്രികാലം ഒരു പ്രസംഗം കേട്ടിട്ട് പോകരുത്. യേശുവിൻ്റെ ഒരു ഫോട്ടോയും വാങ്ങിച്ചുകൊണ്ട് പോകാനല്ല നമ്മളിവിടെ വന്നത്. യേശുവിനെ അധ്യക്ഷനാക്കണം. യേശുവിൻ്റെ നാമത്തിൽ വിശ്വാസ യാത്രയിൽ ദീർഘനാളുകൾ പിന്നിട്ടവരായിരിക്കാം. നിങ്ങൾ ആരെങ്കിലും ആത്മീക ഗാത്രത്തിനകത്ത് ചതയുന്നവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി പറയുക. ഒരു വിഷമവും തോന്നരുത്. ഇന്ന് രാത്രി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സന്ദേശം കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് അവസാനം വരെ നോക്കിയിരിക്കരുത്. ഇവിടെ വെച്ച് പറയണം, ഇന്ന് രാത്രി എനിക്ക് യേശുവിനെ ഒരു ആരാധ്യനായിട്ടല്ല, ഒരു കാവൽക്കാരനായിട്ടല്ല, എൻ്റെ കുടുംബത്തിന്റെ അധ്യക്ഷനായി തരണം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി അവൻ അധ്യക്ഷനായി നിന്റെ കുടുംബത്തിൽ കയറിയാൽ കർത്താവ് നിശ്ചയിക്കും നിന്റെ വീട്ടിൽ ഇനി ആര് വരണം, ആര് വരണ്ട, ആരിനി പുറത്തു പോകണം, ആരകത്ത് നിൽക്കണം, ആര് കരയണം, ആര് ചിരിക്കണം. ഇത് നിശ്ചയിക്കുന്നത് ഇനി വേറെ ആരുമല്ല. എത്ര ദൈവമക്കൾക്ക് ഇന്ന് രാത്രി അനുഭവമുള്ളവരും ആഗ്രഹിക്കുന്നവരും ഒരുമിച്ച് ചേരുമ്പോൾ ഇന്ന് രാത്രികാലം ഈ പന്തലിന് കീഴെ എത്ര പേർക്ക് സന്തോഷത്തോടെ പറയാൻ പറ്റും, കർത്താവ് അധ്യക്ഷനായാൽ യേശുവാ നിശ്ചയിക്കുന്നത്. ഇനി നിന്റെ വീട്ടിൽ ശാപമാണോ, അനുഗ്രഹമാണോ, ആനന്ദമാണോ, സന്തോഷമാണോ എന്ന് നിശ്ചയിക്കുന്നത് അടുത്ത വീട്ടുകാരനല്ല. നമ്മൾ പെന്തിക്കോസുകാർ പറയാൻ നാണക്കേടാ. നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പോലെ അപ്പുറത്തെ പുള്ളി കൂടോത്രം ചെയ്തുകൊണ്ട് പുള്ളിയുടെ കയ്യിലാണ് നമ്മുടെ സംഭവം ഇരിക്കുന്നതെന്ന് ഇത് കേട്ട നിങ്ങൾ ഇനി മേലെ പറയരുത്. ഇത് രണ്ടും കൂടി ഇരട്ടത്താപ്പാണ്. കാരണം ഇവിടെ യേശുവിനെ ഭിത്തി തൂക്കിയിട്ടിട്ട് താഴെ സ്വത്രം നെഞ്ചത്ത് കൈവച്ച് സ്വത്രം പറഞ്ഞിരിക്കുന്നവരല്ല ദൈവമക്കൾ. അവനെ അധ്യക്ഷനാക്കിയിട്ട് ജീവിതത്തിന്റെ കൺട്രോൾ വിട്ടുകൊടുത്ത് കർത്താവ് ആയിട്ട് വാഴിച്ചവരാ ദൈവമക്കൾ. ഞാൻ ഈ പറയുന്നത് സത്യമെന്ന് ഗ്രഹിക്കാമെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ ആത്മാവിൽ പറയണം, പറഞ്ഞതൊക്കെ അബദ്ധമായി പോയി, ഇനി എന്റെ ആയുസ്സിൽ പറയുകയല്ല, എന്റെ യേശുവാണ് എന്റെ വീടിന്റെ നായകൻ, കർത്താവാണ് എന്റെ നായകൻ. അങ്ങ് നയിക്കുമ്പോൾ പിന്നെ എങ്ങനെ അപ്പുറം താമസിക്കുന്ന ആരും ആകട്ടെ അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? അദ്ദേഹമാണ് നമ്മുടെ കുഞ്ഞിന്റെ മാർക്ക് നിശ്ചയിക്കുന്നത്.
അദ്ദേഹമാണ് നിങ്ങളുടെ അച്ഛൻ. നിങ്ങൾ സ്നേഹിക്കണോ വേണ്ടോ തീരുമാനിക്കുന്നത് എങ്ങനെ പറയാൻ പറ്റും? അറിവുകേടായിരിക്കാം. പക്ഷെ ആത്മാവ് ഇന്ന് രാത്രി പറയുന്നു, യേശു അധ്യക്ഷനായാൽ കർത്താവാ നിശ്ചയിക്കുന്നത്. നിന്റെ വീട്ടിനകത്തിനി ആര് വരണോന്ന്, നിന്നെ നിന്റെ കുഞ്ഞിനെയോ വശീകരിക്കാനോ വക്രിക്കാനോ നിന്റെ കുടുംബജീവിതത്തെ കലക്കാനോ കാതിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ചുമ്മാ സ്ക്രൂ ചെയ്യാനോ അങ്ങനെ ഒരുത്തൻ ഇന്ന് വരെ വീട്ടിൽ കയറിക്കൊണ്ടിരുന്നെങ്കിൽ ഇന്ന് രാത്രി യേശു അധ്യക്ഷനായാൽ കർത്താവ് പറയും, നാളെ മുതൽ കയറിയേക്കരുത്, ഇവിടെ ഞാൻ നിശ്ചയിക്കും ആര് കരയണം. ജീസസ്. അതുകൊണ്ട് ഇന്ന് രാത്രി പത്രോസ് പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്നോ? നിങ്ങളിപ്പോൾ മടങ്ങി വന്നിരിക്കുന്നത്, സ്തോത്രം, ഞാൻ ഒന്നോടെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കുക, എൻ്റെ യേശു ആരാധ്യനാണ്, 10,000 സുന്ദരനാണ്, ഏക പരിശുദ്ധനാണ്, കോടി കോടി ദൂതന്മാർ ആരാധിക്കുന്ന മഹാദൈവമാണ്. ഞാൻ കർത്താവിനെ ആരാധ്യനല്ല എന്ന് നിഷേധിക്കുകയല്ല. പക്ഷെ ഇന്ന് രാത്രി നമ്മൾ സത്യം അറിയണം, നമ്മൾ വന്നതൊരു ആരാധനാമൂർത്തിയുടെ അടുക്കലേക്കല്ല, നമ്മൾ വന്നതൊരു അധ്യക്ഷൻ്റെ അടുക്കലേക്കാണ്. അത് വന്നതോടുകൂടിയായി പത്രോസിൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ ഒരു ഉപവാസ പ്രാർത്ഥനയല്ലായിരുന്നെങ്കിൽ, സ്തോത്രം, ഞാൻ ഈ പത്രോസിൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ യേശു അധ്യക്ഷനായതിനു ശേഷം അദ്ദേഹത്തിന് കിട്ടിയ മാറ്റങ്ങൾ പറഞ്ഞാനേ. പക്ഷേ അങ്ങനെ പറയാൻ നിൽക്കാൻ പറ്റുന്ന വേദിയല്ലല്ലോ ഇത്. എനിക്ക്, സ്തോത്രം, നിക്ഷിപ്ത സമയത്ത് അവസാനിപ്പിക്കുകയും ചെയ്യണം. ഞാൻ ലാസ്റ്റ് വാക്കുകളിലേക്ക് വരികയാണ്. 3-ാമത്തെ പദമാണ്, സ്തോത്രം, 5-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിനകത്ത് 1 പത്രോസ് 5-ാം അധ്യായം വായിക്കണ്ട. 1 പത്രോസ് 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇരിക്കുന്നു, എന്നാൽ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ. കേൾക്കൂ, ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ. 3-ാമത്തെ പദം. ഇടയ ശ്രേഷ്ഠനെ ഞാൻ തൊടുന്നേയില്ല. ശ്രേഷ്ഠ ഇടയൻ പറയാൻ ഒത്തിരിയുണ്ട്, പക്ഷെ പറയുന്നില്ല. കാരണം യേശു എന്ന ജീവനുള്ള കല്ലിനെ കുറിച്ച് ഒരു 5 മിനിറ്റോടെ പറഞ്ഞിട്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കാം. പത്രോസ് ആദ്യം വായിച്ചു തുടങ്ങിയ വാക്യത്തിൽ പറഞ്ഞപ്പെട്ടത് ഇങ്ങനെയാണ്, ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ പോലെ. എൻ്റെ സന്ദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യേശുക്രിസ്തു എന്ന ജീവനുള്ള കല്ലിൻ്റെ അടുക്കലേക്ക് ആർക്കും വരാം, ആർക്കും വരാം. ഏത് തകർന്നവനും, ജാതി മത വ്യത്യാസമില്ലാതെ, ആണെന്നോ പെണ്ണെന്നോ ഇല്ല, പ്രായഭേദമില്ല, ഇത്ര വയസ്സ് കഴിഞ്ഞിട്ടേ വരാവുള്ളൂ എന്നൊന്നും യേശുവിന് നിർബന്ധമില്ല. ഏത് പ്രായത്തിലും ഏത് സമയത്തും ഏത് ഗതികെട്ടവനും ഏത് നേരത്തും വരാം യേശുവിൻ്റെ അടുക്കൽ. യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നാൽ എന്ത് കിട്ടും എന്ന ചോദ്യം വാസ്തവത്തിലൊരു പബ്ലിസിറ്റിയാണ്. അതൊക്കെ ചില യോഗത്തിൽ. സ്തോത്രം, ശരിയാണ്. യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ രോഗം സൗഖ്യമാകും. യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ, സ്തോത്രം, വിസ കിട്ടും. യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ വീട് കിട്ടും. യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ വയറ്റിലെ മുഴ മാറും. ഇതൊക്കെ സത്യമാണ്, അനുഭവിച്ചവരാണ് പെന്തിക്കോസുകാർ. പക്ഷെ പത്രോസ് പറയുന്നത് ഇതിലൊക്കെ മുകളിലൊരു റേഞ്ചാണ്. അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിലൊക്കെ ഇതൊരു ചെറിയ കേസ്. നിങ്ങൾ എന്നെയാണല്ലോ ശ്രദ്ധിക്കുന്നത്. സ്തോത്രം, അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിലൊക്കെ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ എൻ്റെ അരിമ്പാറ മാറി എന്ന് പറയുന്നത് 3 ആഴ്ച ഓടാൻ പറ്റിയ വലിയ സംഭവമൊന്നുമല്ല. സ്തോത്രം, ഒരു മുഴ മാറിയതോ നീര് മാറിയൊന്നും പത്രോസിന്റെ ചിന്താഗതിയിൽ വലുതല്ല. പത്രോസ് പറയുന്നു, യേശുവിൻ്റെ അടുക്കൽ വന്നാൽ എന്ത് കിട്ടും? നിങ്ങളെ വാക്യം ശ്രദ്ധിച്ചോ? വാക്യം ഇങ്ങനെയാണ്, യേശു ജീവനുള്ള കല്ലാണ്. ആ ജീവനുള്ള കല്ലിന്റെ അടുക്കലേക്ക് ഏത് കുഴഞ്ഞ മനുഷ്യനായിക്കോട്ടെ അവൻ വന്നാൽ അവനെ കൂടി യേശു ജീവനുള്ള കല്ലാക്കി മാറ്റും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇത്ര വലിയ ട്രാൻസ്ഫോർമേഷൻ ആണ് ഒരുവൻ യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ സംഭവിക്കുന്നത്. ചുമ്മാ ശരീരത്തിന്റെ നീര് പോയതോ, സ്തോത്രം, ഏതെങ്കിലും ഒരു വേദന പോയതല്ല ഇവിടുത്തെ പ്രസംഗ വിഷയം. പിന്നെയോ ഇന്ന് രാത്രി മനുഷ്യനെ ആകപ്പാടെ മാറ്റുകയാ. ഇങ്ങോട്ട് വന്നത് ഊതിയാൽ പറക്കുന്നവനായിട്ട്. യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ എന്താ ഗുണം എന്നറിയാമോ? ആ വന്നവനെ കൂടെ യേശു കല്ലാക്കി മാറ്റും. ഇന്ന് രാത്രി അങ്ങനെ മടങ്ങിപ്പോണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ?
അവരിന്ന് രാത്രി വീണ്ടും ഏറ്റവും ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ തളരരുത്. ഈ രാത്രി ഒരു വലിയ മാറ്റം കൊണ്ടേ പോകാവൂ. കർത്താവേ, പലതിൽ ഞാൻ തോറ്റവനാണ്, പലവട്ടം ഞാൻ പരാജയത്തിന് രുചി അറിഞ്ഞവനാണ്, എനിക്ക് ബുദ്ധി കുറവാണ്, ഒത്തിരി കാര്യങ്ങളിൽ പരാജയം നേരിട്ടതാണ്. ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം എന്നെ നോക്കിയാണെന്ന് എനിക്ക് തോന്നിപ്പോകുകയാണ്. അതുകൊണ്ട് ഈ രാത്രിക്കാലം എൻ്റെ കർത്താവ് എന്നെ കൈവിടരുതേ എന്ന് ഈ ലാസ്റ്റ് മിനിറ്റുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ വലം കൈയിൽ പിടിക്കട്ടെ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കല്ലാക്കി മാറ്റട്ടെ. ഹല്ലേലൂയ. ഞാൻ ലാസ്റ്റ് വാക്കുകൾ പറഞ്ഞു നിർത്താം. ഈ വാക്ക് പറയുന്നത് ഏത്? യേശു എന്ന ജീവനുള്ള കല്ലിന്റെ അടുക്കലേക്ക് ആരെങ്കിലും വന്നാൽ അവനെ ജീവനുള്ള കല്ലാക്കി മാറ്റും എന്ന് പത്രോസ് പറഞ്ഞത് ആരുടെയെങ്കിലും പ്രഭാഷണം കേട്ടിട്ടോ, യേശു പറയുന്നത് കേട്ടിട്ടോ, ഗൂഗിൾ തപ്പിയിട്ടോ, ടി വിയിലെ പ്രസംഗം കേട്ടിട്ടോ, ലൈബ്രറിയോ നിഘണ്ടുവോ തപ്പിയിട്ടോ ഒന്നുമല്ല. ഇദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവമാണ് പറയുന്നത്. ഏത്? ആരെങ്കിലും യേശുവിൻ്റെ അടുക്കൽ വന്നാൽ, ജീവനുള്ള കല്ലിൻ്റെ അടുക്കൽ വന്നാൽ അവനെ ജീവനുള്ള കല്ലാക്കി മാറ്റുമെന്ന് പത്രോസ് പറഞ്ഞത് സ്വന്തം അനുഭവമാണ്. അതിൻ്റെ കാര്യം വാക്യങ്ങൾ വായിക്കാൻ ഞാൻ പാസ്റ്ററെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇനി വായിക്കേണ്ട, സമയം തീരുന്നതിൻ്റെ പേരിൽ കമ്പിവാചകം പോലെ റെഫറൻസ് പറഞ്ഞ് നിർത്താം. പത്രോസിനെ ആദ്യമായി യേശു കാണുന്നത്, അഥവാ യേശുവിനെ ആദ്യമായി പത്രോസ് കാണുന്നത് വിശുദ്ധ യോഹന്നാൻ 1:42 വായിക്കണ്ട, നിങ്ങൾ കുറിച്ച് വെക്കുന്നവർ കുറിച്ച് വെച്ചാൽ മതി. 1:42 അന്ന് പത്രോസ് അല്ല, ശീമോനാണ്. സ്വന്തം സഹോദരൻ അന്ത്രയോസ്. യേശു പറഞ്ഞു, പോകില്ല, ഞാൻ നിന്നെ കൊണ്ടേ പോകത്തുള്ളൂ, നീ എൻ്റെ പിന്നാലെ വരിക, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കാം. അങ്ങനെ പടകും വലയും വിട്ട് യേശുവിൻ്റെ കൂടെ ചേർന്നു. അപ്പോഴും ശീമോനാണേ. സുവിശേഷങ്ങളൊക്കെ നിങ്ങൾ ഈ അർത്ഥം വെച്ച് ഈ ചിന്തയിൽ വായിച്ചോ. പിന്നെ ശീമോനാണേ. ഏകദേശം 3.5 കൊല്ലം മൊത്തം യേശുവിൻ്റെ കൂടെ സന്തത സഹചാരികളായിട്ടുള്ള യാത്രയിൽ 3 വർഷത്തോളം പിന്നിടുന്ന അവസാനത്തെ മാസങ്ങൾ പിന്നിടുന്നതിനിടയിൽ ഫിലിപ്പിൻ്റെ കൈസരുടെ പ്രദേശത്തെത്തുന്നു യേശു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 16-17 വാക്യങ്ങൾ എഴുതി വെച്ചാൽ മതി. അവിടെ വെച്ച് യേശു എൻ്റെ ചിന്താഗതിയിൽ വേണ്ടാത്തൊരു ചോദ്യം, കാരണം കർത്താവിനെ പോലത്തെ ഒരാൾ ചോദിക്കേണ്ടാത്തൊരു ചോദ്യം ഇതാണ്: ആളുകൾ എന്നെക്കുറിച്ച് എന്തു പറയുന്നു? എല്ലാവരും കൂടി LKG പിള്ളേർ അറിയാവുന്ന ചോദ്യം ടീച്ചർ ചോദിക്കുമ്പോൾ ചാടിപ്പറയുന്നത് പോലെ ഓരോരുത്തർ ചാടിപ്പറയുന്നു. നീ ഏലിയാവാണെന്ന്, യോഹന്നാൻ സ്നാപകനാണെന്ന്, മോശയാണെന്ന്, ഒത്തിരി കാര്യങ്ങൾ പറയുന്നു. യേശു ഒരു നിമിഷം ഒന്ന് ഇളകിയിരുന്നതിന് ശേഷം ചോദ്യമൊന്ന് മാറ്റി ചോദിച്ചു. ചോദ്യം ഇതാണ്: നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ ആർക്കും ഒന്നും പറയാനില്ല. അതാ നമ്മുടെ കുഴപ്പം. നാട്ടുകാർക്കെല്ലാം പറയാം, നമുക്കൊന്നുമില്ല. ഒന്നും പറയാനില്ലാതിരിക്കുമ്പോൾ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് പത്രോസ് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഇത് കേട്ട മാത്രയിൽ കർത്താവിന്റെ കണ്ണുകൾ തിളങ്ങി. ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് പത്രോസിന്റെ ശീമോന്റെ അടുക്കലേക്ക് വന്നിട്ട് സ്വത്രം ഇങ്ങനെ വിളിച്ചു, എന്താ വിളിച്ചേ? ട്രാൻസാക്ഷൻ ചെയ്യാത്ത, സ്വത്രം മൊഴിമാറ്റം നടത്താത്തൊരു പദമാണ് ആ മലയാളത്തിൽ കിടക്കുന്നത്. ബർയോനാ ശീമോൻ എന്ന് പറഞ്ഞാൽ പഴയ പേര് തന്നെ, യോഹന്നാന്റെ മകനായ ശീമോനെ. ഇപ്പോഴും ആളാരാണ്? ശീമോനാണ്. നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോയൊരു വാക്കടി കിടക്കുന്നു. മലയാള ബൈബിളിൽ ഇത്രയേ ഉള്ളൂ: നീ പത്രോസ് ആകുമെന്നല്ല, നീ പത്രോസ് ആകുന്നു. ചില ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നൗ എന്നൊരു വാക്കുണ്ട്, അതിനർത്ഥം ഇപ്പോൾ നീ പത്രോസ് ആകുന്നു. യോഹന്നാൻ 1:42 യേശു പറഞ്ഞു, നീ പത്രോസ് ആകും. സ്തോത്രം. മീൻ കിട്ടിയപ്പോഴോ പാപമേറ്റു പറഞ്ഞപ്പോഴോ കൂടെ ചേർന്നപ്പോഴൊന്നും പത്രോസ് ആയില്ല. നടന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കൃത്യമായ രൂപരേഖ മനസ്സിൽ വന്ന അന്ന്, സ്വർഗത്തിലെ ദൈവത്തെക്കുറിച്ചുള്ള, ദൈവപുത്രനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് വന്ന അന്ന് യേശു പറഞ്ഞു, ഇപ്പോൾ നീ പത്രോസാണ്. സ്തോത്ര. ഹല്ലേലൂയ. പിന്നെ യേശു പത്രോസിനെ ശീമോനെ എന്ന് വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം വേറെയാണ്. അത് വല്ല ഉപവാസ പ്രാർത്ഥനയെ വിളിക്കുകയാണെങ്കിൽ പ്രസംഗിക്കാം. കാരണം സ്തോത്രം, അവിടേക്ക് നോക്കാൻ നമുക്ക് സമയമില്ല. പിന്നെ വിളിച്ചത് എപ്പോഴാന്ന് വളരെ പച്ചയ്ക്ക് പറയാം, പക്ഷെ അതിപ്പോൾ ഇവിടെ പറയാൻ പറ്റിയല്ല. ഞാൻ ഇങ്ങനെ നിർത്താം. പൗരസ്ത്യ നാടുകളിൽ
പേരിന്, ചേട്ടൻ്റെ പേരിനോട് അനിയൻ്റെ പേരിൻ്റെ പ്രാസമോ ചേട്ടൻ്റെ പേരിനോട് അനിയൻ്റെ പേരിൻ്റെ സാമ്യമോ ഒന്നും അല്ല വിഷയം. ഇപ്പം അന്ത്രയോസും ശീമോനും എന്ത് സാമ്യമുണ്ട്? ജോയിക്കുട്ടിയും ജോർജ് കുട്ടിയെന്ന് വിളിച്ചു കഴിഞ്ഞാൽ രണ്ടും തമ്മിലൊരു അതുമല്ലല്ലോ ശ്രോത്രം. ഇത് രണ്ടും നമ്മൾ ഒരു ചർച്ച ചെയ്തു. അപ്പം അവിടുത്തെ നാട്ടിൽ പ്രാസവും സാമ്യമൊന്നും അല്ല, പേരിനർത്ഥമാണ് വിഷയം. ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് എൻ്റെ 18ാമത്തെ വയസ്സിലാണ് സൺഡേ സ്കൂളിൽ പഠിക്കുന്നത്. ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും ചെറുപ്രായത്തിലൊന്നും പോയില്ല. രക്ഷിക്കപ്പെട്ട അനന്തരം ആ 17.5 വയസ്സുള്ളപ്പോൾ രക്ഷിക്കപ്പെട്ടു. 18ാം വയസ്സിൽ അന്നത്തെ കർക്കശക്കാരനായ ഞങ്ങളുടെ കൊച്ചു പെന്തിക്കോസ് സഭയിലെ ഇന്ത്യൻ പെന്തിക്കോസ് ദൈവസഭയുടെ പ്രൗഢമായിരിക്കുന്ന ഒരു പഴയ സഭയിലെ ദീർഘദർശിയായിരിക്കുന്ന ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന വയോധികനായിരിക്കുന്ന ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, ഷാജി പ്രായമൊന്നും നോക്കരുത്, സൺഡേ സ്കൂളിൽ പഠിക്കണം. കൊച്ചു പിള്ളേരുടെ കൂടെ ഞാൻ 18ാം വയസ്സിൽ സൺഡേ സ്കൂളിൽ പഠിച്ചു. അതിൻ്റെയൊക്കെ മെച്ചേ ഇപ്പോഴുള്ളൂ. അന്ന് മലയാളം സൺഡേ സ്കൂൾ പുസ്തകം എത്ര ക്ലാസ്സാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. IPCയുടെ സൺഡേ സ്കൂൾ പുസ്തകമാണ് എന്നെ പഠിപ്പിച്ചത്. IPCയിൽ അതിനകത്ത് ക്യാരക്ടർ സ്റ്റഡി ഉള്ളൊരു പുസ്തകമുണ്ട്. അബ്രഹാമിൻ്റെ, നോഹയുടെ ഒക്കെ ക്യാരക്ടർ. ആ കൂടെ പത്രോസിൻ്റെ ഉണ്ട് മലയാളത്തിൽ. ആ ഞങ്ങളുടെ ലോക്കൽ സഭയിലെ പാസ്റ്ററാണ് കൊച്ചു സൺഡേ സ്കൂളിൽ എന്നെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചപ്പോൾ ശീമോൻ എന്ന വാക്കിൻ്റെ അർത്ഥം മലയാളം സൺഡേ സ്കൂളിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്നെ പഠിപ്പിച്ചത്. മലയാളം സൺഡേ സ്കൂളിൽ പുസ്തകത്തിനകത്ത് ശീമോൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഞാങ്ങണ എന്ന കൊടുത്തിരിക്കുന്ന. ഞാങ്ങണ, ഉള്ളിൽ പൊള്ളയായ, കാറ്റടിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന, ഉലയുന്ന, ചെറിയ കാറ്റടിച്ചാൽ തലചെന്ന് കുമ്പുകുത്തുന്ന ഞാങ്ങണ. ഞാനൊരു പാസ്റ്ററായി, ശുശ്രൂഷകനായി ആധുനിക കാലത്ത് മലയാളം മീഡിയത്തിൽ സ്കൂളുകളെല്ലാം ശൂന്യമായി ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് പിള്ളേർ ചേക്കേറിയപ്പോൾ സൺഡേ സ്കൂളും ഇംഗ്ലീഷ് മീഡിയത്തിൽ വേണമെന്ന് പേരൻസിന് നിർബന്ധമായി. എനിക്ക് ഇംഗ്ലീഷൊന്നും വലിയായിട്ട് അറിയില്ലെങ്കിലും പാസ്റ്റർ എന്ന നിലയ്ക്ക് പുസ്തകം മേടിച്ച് സൺഡേ സ്കൂൾ അധ്യാപകർക്ക് കൊടുക്കാൻ നിർബന്ധിതനായി. കുമ്പനാട്ട് പോയി ഞാൻ IPCയുടെ സൺഡേ സ്കൂൾ പുസ്തകമാണ് വാങ്ങിച്ച് സൺഡേ സ്കൂൾ അധ്യാപകർക്ക് കൊടുക്കുന്നതിനൊക്കെ മുമ്പ് ജസ്റ്റ് മറച്ചു നോക്കുമ്പോൾ പണ്ട് ഞാൻ പഠിച്ച പഴയ മലയാളത്തിൻ്റെ അതേ പരിവർത്തനം, അതേ ട്രാൻസ്ലേഷൻ ഭാഗ്യം കൊണ്ട് എൻ്റെ കയ്യിൽ കിട്ടി. മറച്ചു നോക്കുമ്പോൾ അതിനകത്ത് ഇംഗ്ലീഷിൽ ഷീമോൻ എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന അർത്ഥം ഗ്രാസ് എന്നാണ്. ഗ്രാസ് എന്ന് പറഞ്ഞാൽ പുല്ല്. ഞാനല്ല, നിങ്ങളാ പറഞ്ഞേ, പത്രോസ് കേൾക്കരുത്. അപ്പനും അമ്മയും കൂടി മോന് പുല്ല് എന്ന് പേരിട്ടത് എന്തിനാന്ന് എനിക്കറിയില്ല. അതായിരുന്നു പത്രോസ്. ദൈവവചനം പഠിക്കാൻ വേണ്ടി സുവിശേഷ വേലയുടെ ഭാരമായി കുമ്പനാട്ടുള്ള ബൈബിൾ കോളേജിൽ പഠിക്കാൻ വന്നപ്പോൾ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന നമ്മളൊക്കെ അറിയുന്ന ബഹുമാന്യനായ ഒരു കർത്തൃദാസനാണ് ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നത്. മലയാളം മീഡിയത്തിലാണെങ്കിലും സഭാശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ ഈ 16ാം അധ്യായത്തിലെ വിഷയം പാറമേൽ സഭ പണിയുമെന്നുള്ളൊരു തർക്ക വിഷയമാണ്. ആ കാര്യത്തിൻ്റെ സംശയ നിവാരണത്തിന് വേണ്ടി വാക്കുകളുടെ അർത്ഥം പറഞ്ഞു തന്നത് ബൈബിൾ കോളേജിൽ പഠിപ്പിച്ച വയോധികനായ ഭക്തനായ ദൈവദാസനാണ്. അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചു. പത്രോസ് എന്ന വാക്കിൻ്റെ അർത്ഥം പാറക്കഷ്ണം എന്നാണ്. പാറക്കഷ്ണം. യേശു അന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഇന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആത്മാവിൽ പറഞ്ഞ് ഞാൻ നിർത്താം. യേശുവിനെ ആദ്യം കൂടിക്കാണുമ്പോൾ യേശു പറഞ്ഞു, ഇപ്പോൾ നീ ഒരു ഞാങ്ങണയാണ്. ഇംഗ്ലീഷുകാരൻ്റെ ഭാഷ പറഞ്ഞ വെറും ഗ്രാസാണ്. എന്നാൽ എൻ്റെ പിന്നാലെ വന്നാൽ ഞാൻ നിന്നെ പാറയാക്കി മാറ്റാം. പത്രോസ് പാറയായ പാറക്കഷ്ണമായി അന്ന് യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭ പണിയാൻ പോകുകയാണ്. അതിനർത്ഥം എന്താ? മൂലക്കല്ലായ ക്രിസ്തുവിനോട് ചേർത്ത് വെച്ച് പണിയാൻ ഒരു ലോഡ് കല്ല് കർത്താവിന് വേണ്ട. ഒരു കല്ല് കിട്ടിയാൽ അവിടെ സഭ പണിയും. അങ്ങനെയല്ലേ പെന്തിക്കോസ് സഭകൾ പലതും ഉണ്ടായതെന്ന് വയോധികരായി കർത്തൃദാസനോട് ചോദിച്ചാൽ അറിയാം. ഒരു വണ്ടി ആളെ കിട്ടിയിട്ടല്ല പലരും സഭ തുടങ്ങിയത്. ഒരു നാട്ടിൽ സുവിശേഷം പറഞ്ഞ് നേരെ നിൽക്കാൻ ഒരു കല്ല് കിട്ടിയപ്പോൾ അവിടെ പാവിരിച്ച് പ്രാർത്ഥന തുടങ്ങി. അങ്ങനെയുള്ള സഭകളാണ് അടൂരും പരിസരത്തും കേരളത്തിനും പലയിടത്തും ഉള്ളത്. ഇന്ന് രാത്രികാലം ഇവിടെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാം, കാലം തീരുകയാണ്, കർത്താവ് വരാൻ പോകുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കല്ലായി മാറിയാൽ സ്വർഗം നിങ്ങളെ ഷോക്കേസിൽ വെച്ചോണ്ടിരിക്കുകയില്ല. കല്ലായി മാറിയവനെ ചേർത്ത് വെച്ച് സ്വർഗത്തിലെ ദൈവം പുതിയ സഭ പണിയും. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നുണ്ട്, ഊതിയാൽ പറക്കുന്ന പൊടിയല്ല ഞാൻ, കാറ്റടിച്ചാൽ വളയുന്ന ഞാങ്ങണയല്ല ഞാൻ, കരിയില പറക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കാൻ ദുരുപദേശത്തിന്റെ കാറ്റിനാലോ മോഹന വാഗ്ദാനങ്ങളാലോ ആടി ഉലയുന്നൊരു ജീവിതമല്ല എൻ്റെത്. എൻ്റെ യേശു എന്നെ കല്ലാക്കി മാറ്റിയെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട്? അവരിന്ന് രാത്രി ആത്മശക്തിയോടെ സ്തോത്രം ചെയ്യ്. അവരെയാണ് ദൈവത്തിന് വേണ്ടത്. അതുകൊണ്ട് ഇന്ന് രാത്രി
സ്വർഗം വിളിച്ചു പറയുന്നു, നീ യേശുവിന്റെ അടുക്കൽ വന്നാൽ നിന്നെ അവൻ കല്ലാക്കി മാറ്റും. ഒരു സാത്താനും നിന്നെ തൊടാൻ പറ്റിയല്ല. നിലത്തെ പൊടി കൊണ്ട് ഉപജീവനം കഴിച്ചോളാൻ പഴയ പാമ്പിനോട് ദൈവം പറഞ്ഞിട്ടുണ്ട്. നീ പൊടിയായിരുന്നാൽ നിന്നെ അവൻ നക്കിത്തുടയ്ക്കും, നീ കല്ലായിരുന്ന തൊടാൻ സമ്മതിക്കുകയല്ല. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു നിർത്തുമ്പോൾ ഇങ്ങനെ നിർത്താം. കർത്താവിൻ്റെ അടുക്കൽ വന്നാൽ കാര്യസാധ്യം പ്രാപിക്കാമെന്നല്ല, ആള് മാറി മടങ്ങിപ്പോകാം. ഒരു നിമിഷം കൂടെ 10 സെക്കൻഡോടെ കണ്ണടയ്ക്കാമോ? ഞാൻ ഈ മൈക്ക് താത്തി വെക്കുന്നതിനേക്കാൾ മുമ്പ് എത്ര പേർ, ആരെങ്കിലും ഒരാൾ, ഒരുപക്ഷെ ഞാൻ പറഞ്ഞല്ലോ സ്തോത്രം, അങ്ങ് ദൂരെ വരെ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്, ആരെങ്കിലും ഒരാൾ ദൈവസന്നിധിയിൽ ഒരു മാറ്റം പ്രതീക്ഷിച്ച് നമ്മുടെ യോഗത്തെ ശ്രദ്ധിച്ചെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും കൂടി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. അല്ലയോ സഹോദര, എനിക്ക് കാണാൻ കഴിയാത്ത ആരൊക്കെയോ സ്തോത്രം എവിടെയൊക്കെയോ നിൽക്കുന്നുണ്ട്. നിങ്ങളൊരു പക്ഷെ ഒളിച്ചു നിന്ന് വചനം കേട്ട ആളായിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം, തിരുവെഴുത്ത് പറയുന്നൊരു സത്യം ഞാൻ പറയാം. ഇനി നിങ്ങളുടെ ഭാര്യയെ മാറ്റിയെടുക്കാൻ ഈ പ്രമാണം അനുവദിക്കുന്നില്ല. നിങ്ങളുടെ ഭർത്താവിനെ മാറ്റിയെടുക്കാൻ ഈ പ്രമാണം അനുവദിക്കുന്നില്ല. നിങ്ങൾക്കിനി രക്ഷിക്കപ്പെട്ട് നിങ്ങൾക്കിനി ദൈവത്തെ മാറ്റിയെടുക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം അത്ഭുതകരമായി നടക്കും, നിനക്ക് നിന്നെ മാറ്റിയെടുക്കാൻ പറ്റും. ഇന്ന് രാത്രി ആ ഒരു മാറ്റം നടന്നാൽ ജീവിതം മാറുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ സ്വർഗത്തിലേക്കൊന്ന് കരമുയർത്തി പിടിക്കാമോ? ജീവിതം മാറുമെന്ന കരമൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? കരമൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഈ നാട്ടിൽ ആരോ ഉണ്ട്, അവർക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് കരമുയർത്തി പ്രാർത്ഥിക്കുക. ആരോ ഉണ്ട് അവർക്ക് വേണ്ടി. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ എല്ലാവരും കൂടി കരമുയർത്തി പ്രാർത്ഥിക്കുന്നു. ഒരു മാറ്റം പ്രതീക്ഷിച്ച, എനിക്കൊന്ന് മാറണമെന്ന് ആഗ്രഹിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങയുടെ അടുക്കലേക്ക് ഓടി വരികയും അങ്ങവരെ കല്ലാക്കി മാറ്റുന്നത് പോലെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യണമേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ.